ഹലോ എവ്രിവൺ, നമ്മുടെ ബറ്റാലിയൻ ബാച്ചിന്റെ വൊക്കാബുലറി സീരീസ് ആയിട്ടുള്ള വൊക്കാബ് ബൂസ്റ്ററിന്റെ 11th സെഷൻ ആണ് ഇന്നത്തെ ലെറ്റർ എന്ന് പറയുന്നത് ലെറ്റർ കെ ആണ്. അപ്പൊ നമ്മൾ ജെ വരെയുള്ള ലെറ്റേഴ്സ് എല്ലാം പഠിച്ചു അല്ലേ. ഇന്ന് കെ വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് പഠിക്കുന്നത്, കുറച്ച് സിനോണിയംസ് ആണ് പഠിക്കുന്നത്. അപ്പം കെയിൽ അധികം വേർഡ്സ് ഒന്നും നമുക്ക് പഠിക്കാനായിട്ടില്ല. കെ എന്ന് പറഞ്ഞ ഒരു ലെറ്ററിനെ ബേസ് ചെയ്ത്. അപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഫുൾ ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കിങ്ലി. കിങ്ലി, യെസ്, കിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ നിങ്ങൾക്ക് ഓർമ്മ വരിക? ഒരു രാജകീയമായിട്ടുള്ള, ഒരു റോയൽ ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണല്ലേ കിങ്ലി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനോണിയം നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ റീഗൽ, ഓപ്ഷൻ ബി കോമൺ, ഓപ്ഷൻ സി ലോലി, ഓപ്ഷൻ ഡി ഓർഡിനറി. അപ്പൊ ഇതിൽ ഏതായിരിക്കും കിങ്ലി എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിയം ആയിട്ട് വരുന്നത്? യെസ്, ഇറ്റ്സ് റീഗൽ. റീഗൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് കിങ്ലി, റോയൽ, പ്രിൻസ്ലി, ഇമ്പീരിയൽ അങ്ങനെയൊക്കെ ഉള്ളൊരു മീനിങ് ആണ് വരുന്നത് റീഗലിന്. അപ്പൊ ഇവിടെ കിങ്ലിയുടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനോണിയം എന്ന് പറയുന്നത് റീഗൽ ആണ്. ഓക്കെ, ബാക്കി കോമൺ, ലോലി, ഓർഡിനറി ഇതൊക്കെ സാധാരണ എന്ന മീനിങ്ങിലാണ്. മറ്റേതൊരു മെജസ്റ്റിക് പവർ ആണ് അല്ലെ. അതാണ് കിങ്ലി എന്ന് പറയുന്ന വേർഡ്. കിങ്ലി മീൻസ് ഹാവിംഗ് ദ ക്വാളിറ്റീസ് ഓർ അപ്പിയറൻസ് ബിഫിറ്റിംഗ് എ കിങ്. അപ്പൊ ഒരു കിങ്ങിനെ റിസംബിൾ ചെയ്യുന്ന, ഒരു കിങ് ആയിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരാളെ പറയുന്നതാണ് കിങ്ലി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതൊരു റോയൽ വൈബ് തരുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ കിങ്ലി എന്ന് പറയുന്നത്, രാജകീയമായിട്ടുള്ള എന്ന് പറയും. ഓക്കെ, ഇറ്റ് സജസ്റ്റ് നോബിലിറ്റി, ഡിഗ്നിറ്റി ആൻഡ് മെജസ്റ്റിക് പവർ അല്ലെങ്കിൽ മെജസ്റ്റിക് ബിയറിംഗ്. അപ്പം ലോയാലിറ്റി, റോയാലിറ്റി, നോബിലിറ്റി, അതുപോലെ മെജസ്റ്റിക് പവർ ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വേർഡ് ആണ് കിങ്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേറെ സിനോണിംസ് നമുക്ക് എഴുതാം. റോയൽ, അതുപോലെ ഇംപീരിയൽ, പ്രിൻസ്ലി. ഓക്കെ, ഇതൊക്കെയാണ് കിങ്ലി എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, കിങ്ലി എന്ന് പറയുമ്പോൾ റീഗൽ, റോയൽ, ഇംപീരിയൽ, പ്രിൻസ്ലി. ഓക്കെ, ഇതൊക്കെയാണ് ആ വേർഡിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. അത് എന്താ സൂചിപ്പിക്കുന്നത്? എന്തെങ്കിലും ഒരു ആക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റീസ് ഒരു കിങ്ലി, ഒരു കിങ്ങിനെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള, റോയൽ ആയിട്ടുള്ള രീതിയിലുള്ളതാണെങ്കിൽ അതിനെ ഉദ്ദേശിച്ച് നമ്മൾ പറയുന്നതാണ് കിങ്ലി അല്ലെങ്കിൽ റോയൽ അല്ലെങ്കിൽ ഇംപീരിയൽ അല്ലെങ്കിൽ പ്രിൻസ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ക്വാളിറ്റീസ് ഒരു അപ്പിയറൻസ് ബിഫിറ്റിംഗ് എ കിങ്. ഒരു കിങ്ങിനെ കറക്റ്റ് ഒരു കിങ് എന്ന് പറയുന്ന പൊസിഷനോട് ഫിറ്റ് ആവുന്ന രീതിയിലുള്ള അപ്പിയറൻസോ ക്വാളിറ്റീസിനെ ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കിങ്ലി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നോക്കാം. നാക്ക്. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലേ അതിനൊരു നാക്ക് ഉണ്ട്, ആ നാക്ക് മനസ്സിലാക്കണം എന്നൊക്കെ. അപ്പൊ ആ നാക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു എബിലിറ്റി അതിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് നാക്ക് എന്ന് പറയുന്നത്. നമ്മളത് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ നാക്ക് എന്ന് പറയുന്ന വേർഡിന്റെ അപ്രോപ്രിയേറ്റ് സിനോണിയം ഏതാണെന്നാണ്. അപ്പം ഓക്കെ, ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇൻഡിഫറെന്റ്, സെക്കൻഡ് വേർഡ് സ്കിൽ, ലേസി, അപ്പത്തറ്റിക്. അപ്പൊ സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു കഴിവാണ് അല്ലെ, ഒരു എബിലിറ്റി ആണ് അല്ലെ. അപ്പൊ ഇൻഡിഫറെന്റ് ആണോ, സ്കില്ലാണോ, ലേസി ആണോ, അപ്പത്തറ്റിക് ആണോ? അപ്പൊ ഇൻഡിഫറെന്റ് എന്ന് പറയുമ്പോ എന്താ നമുക്കറിയാം അല്ലേ, എന്താ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രീതിയിലുള്ള സൂചിപ്പിക്കുന്ന വേർഡാണ്. അടുത്ത ലേസി, അപ്പത്തറ്റിക്. അപ്പൊ ഏതാ ഇവിടെ നാക്ക് എന്ന് പറയുന്ന വേർഡിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനോണിയം ഏതാ? സ്കിൽ അല്ലെങ്കിൽ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഫാക്കൽറ്റി എന്നൊക്കെ പറയാം. ഓക്കെ, ഇതൊക്കെ നാക്ക് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിയംസ് ആണ്. അപ്പൊ ഇവിടുത്തെ അപ്രോപ്രിയേറ്റ് സിനോണിയം ആണ് സ്കിൽ അല്ലെങ്കിൽ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഫാക്കൽറ്റി. ഇതൊക്കെ ഈ ഒരു വേർഡിന്റെ സിനോണിയംസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കുഡോസ്.
കുഡോസ് എന്ന് പറയുന്നത് നമ്മൾ കുറെ കേട്ടിട്ടുള്ള ഒരു വേർഡാണ്. അപ്പൊ കുഡോസിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരാളെ കൺഗ്രാജുലേറ്റ് ചെയ്യുക, അഡ്മയർ ചെയ്യുക, പുകഴ്ത്തുക, പ്രശംസിക്കുക, ഈ ഒരു മീനിങ്ങിലാണ് കുഡോസ് എന്ന് പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് സക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ കുഡോസ് എന്ന് പറയാറുണ്ട്. അപ്പൊ അത് ആ ഒരു മീനിങ്ങിൽ ഒരാളെ അഭിനന്ദിക്കുക എന്നുള്ളൊരു മീനിങ്ങിൽ വരുന്ന വേർഡാണ്. ഇനി അതിന്റെ അപ്രോപ്രിയേറ്റ് സിനോണിയം നോക്കാം. ഓപ്ഷൻ എ ക്രിറ്റിസിസം, ഓപ്ഷൻ ബി പ്രൈസ്, ഓപ്ഷൻ സി ബ്ലെയിം, ഓപ്ഷൻ ഡി ഡിസപ്രൂവൽ. ക്രിറ്റിസിസം ആണ്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താ? വിമർശനമാണല്ലേ. പ്രൈസ്, ബ്ലെയിം കുറ്റപ്പെടുത്തലാണ്. ഡിസപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്ട് ചെയ്യുക, ഒരു മീനിങ് ആണ്. അപ്പൊ കുഡോസിന്റെ അപ്രോപ്രിയേറ്റ് സിനോണിം എന്ന് പറയുന്നത് പ്രൈസ് ആണ്. ഓക്കെ, പ്രൈസ് അല്ലെങ്കിൽ എന്ത് പറയാം? അഡ്മയർ, കൺഗ്രാജുലേറ്റ്, ഇതൊക്കെ കുഡോസിന്റെ സിനോണിയംസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താ? പ്രൈസ് ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നോക്കാം. അതിനു മുന്നേ കുഡോസ് മീൻസ് റിക്കഗ്നിഷൻ, പ്രൈസ് ഓർ ഗ്ലോറി ഗിവൺ ഫോർ എക്സെപ്ഷണൽ അച്ചീവ്മെന്റ്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ഗ്രീക്ക് മീനിങ് ഗ്ലോറി. ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. അതിന്റെ മീനിങ് ഗ്ലോറി എന്നാണ്. ഗ്ലോറി, ഒരു പ്രൗഡി. ഓക്കെ, ഇനി അത് എന്തിനാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്കഗ്നിഷൻ, പ്രൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഒരാൾക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് ഒരാൾ നേടിയെടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് കുഡോസ്. അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്രീഷിയേറ്റ് എന്ന് വരും കേട്ടോ. കുഡോസ്, പ്രൈസ്, അപ്രീഷിയേറ്റ്, അഡ്മയർ, കൺഗ്രാറ്റുലേറ്റ്, ഇതൊക്കെ അതിന്റെ സിനോണിയംസ് ആണ്. ഇനി നെക്സ്റ്റ് വേർഡ് നാക്കേഡ്. നാക്കേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ക്ഷീണം, അല്ലെങ്കിൽ എന്താ ക്ഷീണിക്കുക, ടയേർഡ് ആവുക, ഭയങ്കര ഡ്രെയിൻഡ് ഔട്ട് ആവുക, ഈ ഒരു മീനിങ്ങിലാണ് നാക്കേഡ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ സിനോണിയംസ് നോക്കാം. ഓപ്ഷൻ എ ക്രൂവൽ, ഓപ്ഷൻ ബി എക്സോസ്റ്റഡ്, ഓപ്ഷൻ സി ഹാർഷ്, ഓപ്ഷൻ ഡി സെൽഫിഷ്. അപ്പം ക്രൂവൽ എന്ന് പറയുമ്പോൾ എന്താ? ഭയങ്കര ക്രൂരമായിട്ടുള്ള അല്ലെ. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കഴിഞ്ഞു, ക്ഷീണിച്ച് ഭയങ്കര എന്താ പറയാ ടയേർഡ് ആയിട്ടുള്ള. ഓപ്ഷൻ സി ഹാർഷ് എന്ന് പറയുമ്പോൾ എന്താ? ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള, എന്താ പറയാ ഭയങ്കര ഇമ്പാക്ട് ഉള്ള ഒരു മീനിങ് ആണ് ഹാർഷ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്താ പറയാ അതും ഒരു കൈൻഡ് ഓഫ് ക്രൂവൽ എന്ന് പറയുന്ന മീനിങ്ങിൽ വരുന്ന വേർഡാണ്. പിന്നെ സെൽഫിഷ്, ഭയങ്കര സ്വാർത്ഥമായിട്ടുള്ള. അപ്പം നാക്കേഡ് എന്ന് പറയുമ്പോൾ എന്താ? ഭയങ്കര ക്ഷീണിച്ചിട്ടുള്ള, ടയേർഡ് ആയിട്ടുള്ള എന്നാണ്. അപ്പൊ ഇവിടുത്തെ സിനോണിം എന്ന് പറയുന്നത് എക്സോസ്റ്റഡ് ആണ്. എക്സോസ്റ്റഡ് അല്ലെങ്കിൽ ടയേർഡ്, പിന്നെന്താ വീക്ക് എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെയാണ് നാക്കേഡ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. നാക്കേഡ് ഡിസ്ക്രൈബ്സ് someone who is extremely tired or worn out, completely fatigued. worn out എന്ന് പറയാം, അല്ലെങ്കിൽ fatigued എന്ന് പറയാം. ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ക്ഷീണാണല്ലേ. ഫാറ്റീഗ് എന്ന് പറയുന്നത് നാക്കേഡിന്റെ സിമിലർ മീനിങ് വരുന്ന വേർഡാണ്. ഓക്കെ, ഇറ്റ്സ് ഓഫൺ യൂസ്ഡ് ഇൻഫോർമലി ടു എക്സ്പ്രസ് അട്ടർ എക്സോഷൻ. അപ്പം ഭയങ്കര തളർച്ച, ഭയങ്കര ക്ഷീണം, അതിന് നമ്മൾ ഇൻഫോർമലി എന്താ പറയാ പറയാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് നാക്കേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻഫോർമൽ വേർഡാണ്. നെക്സ്റ്റ് നോട്ടി. നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോട്ട് ഇടുക എന്ന് വെച്ചാൽ എന്താ? കെട്ടിടുക അല്ലേ. അപ്പൊ കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തിനെ സൂചിപ്പിക്കുന്നത്? ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചുറ്റിക്കെട്ടിലായി പോയി എന്ന് പറയത്തില്ല. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ സൂചിപ്പിക്കാനാണ് നോട്ടഡ് എന്ന് പറയുന്നത്. അപ്പൊ നോട്ടി എന്ന് പറയുന്നത്, ഇനി എന്റെ ഓപ്ഷൻ നോക്കാം. സിമ്പിൾ, കോംപ്ലെക്സ്, ക്ലിയർ, ഈസി. അപ്പം നോട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ചുറ്റിക്കെട്ട്, വള്ളിക്കെട്ട് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ചുറ്റിക്കെട്ടി ഇങ്ങനെ കിടക്കുന്ന കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് നോട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു റോപ്പ്, ആ റോപ്പിൽ ഒരുപാട് നോട്ട്സ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അത് ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ട് അല്ലേ. അത് ആ ഒരു മീനിങ്ങിലാണ് നോട്ടി എന്ന് പറയുന്നത്. നോട്ടി എന്ന് പറയുമ്പോൾ മറ്റേ നോട്ടിയല്ല, രണ്ടും സെയിം പ്രൊനൗൺസിയേഷൻ ആണ്. പക്ഷെ നോട്ടിയുടെ മീനിങ് എന്ന് പറയുന്നത് ഹാർഡ് എന്നാണ്. ഹാർഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം ബാക്കി എല്ലാം സിമ്പിൾ എന്ന് പറയുന്ന മീനിങ്ങിൽ വരുന്ന വേർഡ്സ് ആണ്. സിമ്പിൾ, ക്ലിയർ, ഈസി, ഇതൊക്കെ. അപ്പൊ കോംപ്ലെക്സ് എന്ന് പറയുന്നത് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള, ഇൻട്രിക്കേറ്റ് മീൻസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ഹാർഡ് ആയിട്ടുള്ള, കോംപ്ലെക്സ് ആയിട്ടുള്ള. അപ്പൊ നോട്ടിയുടെ മീനിങ് ഏതാണ്? ഹാർഡ് ആണ്. സിനോണിയംസ് ഏതൊക്കെയാണ്? കോംപ്ലെക്സ്, ഇൻട്രിക്കേറ്റ്, ഡിഫിക്കൽട്ട്, ഇതൊക്കെയാണ്. ബാക്കിയൊക്കെ ഇതിന്റെ ആന്റണിയംസ് ആണ്.
സിമ്പിൾ, ക്ലിയർ, ഈസി, ഇതൊക്കെ. ഓക്കെ. നോട്ടി റെഫേഴ്സ് ടു സംതിങ് ഇൻട്രിക്കേറ്റ്, പസ്ലിംഗ് ഓർ ഫുൾ ഓഫ് കോംപ്ലിക്കേഷൻസ്. ഭയങ്കര പസ്ലിംഗ് ആയിട്ടുള്ള, ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉള്ള കാര്യത്തെയാണ് നമ്മൾ നോട്ടി എന്ന് പറയുന്നത്. ലൈക്ക് എ റോപ്പ് വിത്ത് മെനി നോട്ട്സ്, ഇറ്റ് ഡിസ്ക്രൈബ്സ് ഡിഫിക്കൽട്ട് ടു പ്രോബ്ലം. ഇതുപോലെയുള്ള ഒരു കാര്യത്തെയാണ്, ഭയങ്കര എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം സോൾവ് ആക്കാൻ പറ്റാതെ ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് കിടക്കുക, അതിനെ നമ്മൾ നോട്ടി എന്ന് പറയും. അപ്പൊ ഇതാണ് നോട്ടിയുടെ സിനോണിംസ് എന്ന് പറയുന്നത്. കോംപ്ലക്സ്, ഇൻട്രിക്കേറ്റ്, ഡിഫിക്കൽട്ട്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചോളാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് വേർഡ് ആണ് ഗെയിലുള്ള. നെക്സ്റ്റ്, കിൻഡ്രഡ്. കിൻഡ്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരേ കൈൻഡ് ഓഫ് ബിഹേവിയർ ഉള്ള, ഒരേ സ്വഭാവമുള്ള, ഒരേ എന്താ പറയാ മാനറിസംസ് ഉള്ള, അതിനെല്ലാം നമ്മൾ കിൻഡ്രഡ് എന്ന് പറയും. ഇനി ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അൺറിലേറ്റഡ്, ഓപ്ഷൻ ബി സിമിലർ, ഓപ്ഷൻ സി ഡിഫറെന്റ്, ഓപ്ഷൻ ഡി ഓപ്പോസിറ്റ്. ഡിഫറെന്റ് അല്ല, ഓപ്പോസിറ്റ് അല്ല, അൺറിലേറ്റഡും അല്ല. ഇത് മൂന്നും സെയിം മീനിങ് വരുന്നതാണ്. അതായത് ഈ ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന മീനിങ് ആണ് അൺറിലേറ്റഡിനും ഡിഫറെന്റിനും ഓപ്പോസിറ്റിനും ഉള്ളത്. അപ്പൊ ഇത് മൂന്നുമാണ് ശരിക്കും ഒരു കാറ്റഗറിയിൽ വരുന്ന വേർഡ്സ്. അപ്പം ഇതാണ് അല്ലാത്ത. ഓക്കെ, അപ്പൊ കിൻഡ്രഡ് എന്ന് പറഞ്ഞാൽ സിമിലർ എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. സിമിലർ, ഐഡന്റിക്കൽ. ഓക്കെ, ഇതൊക്കെയാണ് കിൻഡ്രഡിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത്. കിൻഡ്രഡ് ഡിസ്ക്രൈബ്സ് തിങ്സ് ഓർ പീപ്പിൾ ദാറ്റ് ആർ സിമിലർ ഇൻ നേച്ചർ. അപ്പൊ നേച്ചറിൽ ഭയങ്കര സിമിലർ ആയിട്ടുള്ള ആളുകളെയും തിങ്സിനെയും ഒക്കെ നമ്മൾ പറയാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് കിൻഡ്രഡ്. ക്യാരക്ടർ, ഒറിജിനും ഒക്കെ സെയിം ആണെങ്കിൽ ഈ വേർഡ് യൂസ് ചെയ്യും. ഇറ്റ് ഓഫൻ റിഫേഴ്സ് ടു ഷെയർഡ് ക്വാളിറ്റീസ് ഓർ ഫാമിലി കണക്ഷൻസ്. കൂടുതലും ഫാമിലിയെ റിലേറ്റ് ചെയ്താണ്. ഇപ്പൊ ഒരു ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാർ, അവർ ചിലപ്പോൾ ഒരുപോലെ ഇരിക്കുന്നവരുണ്ടാവും, ഒരേ കൈൻഡ് ഓഫ് ക്വാളിറ്റീസ് ഉള്ളവരുണ്ടാവും, ഒരേ ക്യാരക്ടർ ഉള്ളവരുണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ കിൻഡ്രഡ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ കിൻഡ്രഡിന്റെ മീനിങ് എന്താണ്? സിമിലർ. അനദർ സിനോണിയം ഐഡന്റിക്കൽ. ഓക്കെ, അടുത്തത് നാവിഷ്. നാവിഷ് എന്ന് പറയുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു കാര്യത്തെയാണ് നാവിഷ് എന്ന് പറയുന്നത്. ഭയങ്കര എന്താ പറയാ, ഡിസീറ്റ്ഫുൾ ആയിട്ടുള്ള, ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നാവിഷ് എന്ന് പറയുന്നത്. നാവിഷ് ഡിസ്ക്രൈബ്സ് ബിഹേവിയർ ദാറ്റ് ഇസ് ഡിസ്ഹോണസ്റ്റ്, ഡിസീറ്റ്ഫുൾ ഓർ ട്രിക്കി. ട്രിക്കി, ഡിസീറ്റ്ഫുൾ, ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയറിനെയാണ് എന്ത് പറയുന്നത്? നാവിഷ് എന്ന് പറയുന്നത്. എ നേവ് ഈസ് എ അൺപ്രിൻസിപ്പിൾഡ് പേഴ്സൺ ഹു യൂസസ് കണ്ണിങ് മീൻസ്. അപ്പം നേവ് എന്ന് പറയുന്ന ഒരാൾ, അയാളെ വിശ്വസിക്കാനേ പറ്റില്ല, എപ്പോഴും കണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളെ, ഒരു ചീറ്ററിനെയാണ് നേവ് എന്ന് പറയുന്നത്. അപ്പൊ നേവിഷ് എന്ന് പറയുന്നത് എന്താണ്? ഡിസോണസ്റ്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ഹോണസ്റ്റ്, ട്രസ്റ്റ്വർത്തി, ലോയൽ. ഇത് മൂന്ന് സിമിലർ മീനിങ് വരുന്ന വേർഡ്സ് ആണ്. അതായത് ഈ വേർഡിന്റെ ആന്റണിംസ് ആണ്. ഇതിന്റെ സിനോണിയമാണ് ഡിസ്ഹോണസ്റ്റ്, അല്ലെങ്കിൽ ട്രിക്കി, ഡിസീറ്റ്ഫുൾ, കണ്ണിങ്, അല്ലെങ്കിൽ അൺറിലയബിൾ. ഇതൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നാവിഷ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത്. ട്രിക്കി, ഡിസീറ്റ്ഫുൾ, കണ്ണിങ്, ഡിസോണസ്റ്റ്. ഓക്കെ, അടുത്തത് കെംപ്റ്റ്. കെംപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോട്ടോ ഇല്ലസ്ട്രേഷൻ നോക്കിയാൽ മതി. ഭയങ്കര വെൽ ഗ്രൂംഡ് ആയിട്ട്, ഭയങ്കര നീറ്റ് ആയിട്ട്, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള കാര്യം, അതിനെയാണ് കെംപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഓപ്ഷൻ നോക്കാം. അൺടൈഡി, നീറ്റ്, മെസ്സി, ഡേർട്ടി. അപ്പൊ അൺടൈഡി, മെസ്സി, ഡേർട്ടി, ഇത് മൂന്നും സെയിം മീനിങ് വരുന്ന വേർഡാണ്. അതായത് കെംപ്റ്റിന്റെ ആന്റണിംസ് ആണ്. അപ്പൊ ഇവിടുത്തെ സിനോണിയം എന്ന് പറയുന്നത് നീറ്റ് ആണ്, അല്ലെങ്കിൽ ടൈഡി. ഓക്കെ, കെംപ്റ്റ് describes someone who is well groomed, tidy and neatly kept. It is the opposite of unkempt and suggests careful personal maintenance. അപ്പം ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള പേഴ്സണൽ മെയിൻ്റെനൻസ്, ഭയങ്കര നീറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു കാര്യം, അതാണ് കെംപ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ സിനോണിയമാണ് നീറ്റ് അല്ലെങ്കിൽ ടൈഡി. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡ് കിൻഡൽ. കിൻഡൽ എന്ന് പറയുമ്പോൾ കത്തിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്, കത്തിക്കുക. ഇനി ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ക്രൂവൽ, ഓപ്ഷൻ ബി ഇഗ്നൈറ്റ്, ഓപ്ഷൻ സി മീൻ, ഓപ്ഷൻ ഡി ഹാർഷ്. അപ്പൊ ഏതായിരിക്കും കത്തിക്കുക എന്നുള്ള മീനിങ്ങിൽ? ഇഗ്നിഷൻ അല്ലെങ്കിൽ ഇഗ്നൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻഫ്ലെയിം എന്നൊക്കെ പറയും. ഇൻഫ്ലെയിം, ടു ലൈറ്റ് എന്നൊക്കെ പറയാം. ലൈറ്റ്, ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വേർബ് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, നൗൺ അല്ല, വേർബ് ആണ്. അപ്പം ഇഗ്നൈറ്റ്,
ഫ്ലെയിം, ലൈറ്റ്, ഇതൊക്കെയാണ് കിൻഡിലിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. കത്തിക്കുക, കത്തുക ഒരു മീനിങ് ആണ് കിൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, kindle describes meaning to ignite, light or start a fire, or metaphorically to arouse or inspire emotions or interest. അപ്പൊ കത്തിക്കുക എന്നുള്ളൊരു മീനിങ്ങിൽ മാത്രമല്ല, ഇപ്പൊ ഒരാളുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ എന്താ പറയാ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ തിരി കൊളുത്തുക എന്ന് പറയത്തില്ല, അത് എന്ത് മീനിങ്ങിലാണ് പറയുന്നത്, അതിന് നമ്മൾ എറൗസ് ചെയ്യുക അല്ലേ. അപ്പൊ ആ ഒരു മീനിങ്ങിൽ നമ്മൾ കിൻഡിൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സിനോണിയം എന്ന് പറയുന്നത് ഇൻഫ്ലെയിം, ലൈറ്റ് അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ആണ്, അല്ലെങ്കിൽ എറൗസ് എന്ന് പറയാം. എറൗസ്, എറൗസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കിൻഡിൽ എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കീൻ വിറ്റഡ്. വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കീൻ എന്ന് വെച്ചാൽ ആ ഇന്റൻസിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. കീൻ വിറ്റഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്ലോ, ഓപ്ഷൻ ബി ഷാർപ്പ്, ഓപ്ഷൻ സി ഡൾ, ഓപ്ഷൻ ഡി ക്ലംസി. Keen-witted refers to someone with sharp intelligence and quick mental reflexes. They grasp ideas rapidly and think cleverly. അപ്പൊ ഭയങ്കര മെന്റൽ റിഫ്ലെക്സ് ഉള്ള ആളുകളെയാണ് കീൻ വിറ്റഡ് എന്ന് പറയുന്നത്. അവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് ഐഡിയാസ് അവർക്ക് ഉണ്ടാവും, അതുപോലെ ക്ലെവർ ആയിട്ട് തിങ്ക് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് കീൻ വിറ്റഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. സ്ലോ, ഷാർപ്പ്, ഡൾ, ക്ലംസി. അപ്പൊ ഏതാണ് ആൻസർ? ഷാർപ്പ് അല്ലെങ്കിൽ ക്ലെവർ എന്ന് പറയാം. അതുപോലെ എന്താ? ഇന്റലിജന്റ് എന്ന് പറയാം. ജീനിയസ് എന്ന് പറയാം. ജീനിയസ്. ഇതൊക്കെയാണ് കീൻ വിറ്റഡിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കീൻ സെന്റഡ്. അപ്പൊ ഈ ഒരു കീൻ എന്ന് പറയുന്ന വേർഡ് ഇങ്ങനെ ഒരു ഇന്റൻസിറ്റി സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് വേർഡ്സ് ഒരുമിച്ച് കൊടുത്തത്. കീൻ സെന്റഡ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഡോഗ്സിനുള്ള ഒരു ക്വാളിറ്റിയാണ്. ഡോഗ്സിന് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റിവിറ്റി ആണ് സ്മെല്ലിനോട്. അപ്പൊ സ്മെല്ല് ഭയങ്കരമായിട്ട് അവര് ഗ്രാസ്പ് ചെയ്യും, അതുപോലെ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ആ ഒരു ക്വാളിറ്റി ആണ് കീൻ സെന്റഡ് എന്ന് പറയുന്നത്. Keen scented refers to having an acute sense of smell. It describes the ability to detect and distinguish scents with a great sensitivity. സ്മെൽസ് അല്ലെങ്കിൽ സെൻസ് ഡിറ്റക്ട് ചെയ്യാനും അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും ഉള്ള ഒരു എബിലിറ്റി, അതിനെയാണ് കീൻ സെന്റഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഒബ്ലീവിയസ്, സെൻസിറ്റീവ്, ഇൻസെൻസിറ്റീവ്, അൺഅവെയർ. അപ്പൊ ഏതാണ്? സെൻസിറ്റീവ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കീൻ സെന്റഡ് അല്ലെങ്കിൽ സെൻസിറ്റീവ്. ബാക്കിയൊക്കെ ഏതാണ്ട് സിമിലർ മീനിങ് വരുന്ന ഇതിന്റെ ആന്റോണിംസ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് കീൻ സെന്റഡിന്റെ സിനോണിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി നമ്മൾ ഈ പഠിച്ച വേർഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്ക്ഔട്ട് സെഷൻ ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കുഡോസ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ഓഫ്. കുഡോസ് എന്ന് പറയുന്നതിന്റെ മീനിങ്, ഇതിൽ ഏറ്റവും ക്ലോസസ്റ്റ് മീനിങ് ഏതാണെന്നാണ്. പ്രൈസ്, ബ്ലെയിം, ക്രിറ്റിസിസം, ഡിസ്ലൈക്ക്. ഏതാണ്? യെസ്, ഇറ്റ്സ് പ്രൈസ്. പ്രൈസ് ആണ് ആൻസർ. നെക്സ്റ്റ്, എ നോട്ടി പ്രോബ്ലം മീൻസ്. നോട്ടി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി ആണോ, സിമ്പിൾ ആണോ, കോംപ്ലെക്സ് ആണോ, ക്ലിയർ ആണോ? യെസ്, ഇറ്റ്സ് കോംപ്ലെക്സ്. അടുത്തത് കെംപ്റ്റ് ഡിസ്ക്രൈബ് സമൺ ഹു ഈസ്. കെംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭയങ്കര നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നടക്കുന്ന ആളെയാണ് കെംപ്റ്റ് എന്ന് പറയുന്നത്. മെസ്സി ആണോ, നീറ്റ് ആണോ, ഡേർട്ടി ആണോ, അൺടൈഡി ആണോ? നീറ്റ്, അല്ലെങ്കിൽ നമുക്ക് ടൈഡി എന്ന് പറയാം, വെൽ ഗ്രൂംഡ് എന്ന് പറയാം. അടുത്തത് കിൻഡ്രഡ് മീൻസ് ഓപ്പോസിറ്റ് ആണോ, സിമിലർ ആണോ, ഡിഫറെന്റ് ആണോ, അൺറിലേറ്റഡ് ആണോ? യെസ്, ഇറ്റ്സ് സിമിലർ. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഫാമിലിയെ ബേസ് ചെയ്തിട്ടും കളക്ഷൻസിനെ ബേസ് ചെയ്തിട്ടുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് നോക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ കെ എന്ന് പറയുന്ന ലെറ്ററിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് വേർഡ്സ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത സെഷനിൽ അടുത്ത ലെറ്ററുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്.